ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് കോടതി സ്റ്റേ. നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിയാറ്റിൽ ഫെഡറൽ കോടതി ജഡ്ജി ജോൺ കോഗ്നോറിന്റെ ഉത്തരവ്. 14 ദിവസത്തേക്കാണ് സ്റ്റേ. ട്രംപിന്റെ നീക്കത്തിനെതിരെ യുഎസിലെ 22 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ കോടതിയെ സമീപിച്ചിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഹർജി ഫയൽ ചെയ്തത്. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയായിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിര താമസ അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ. ഫെബ്രുവരി 20-നാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരാനിരുന്നത്. അതേസമയം സ്റ്റേ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലുള്ള നിരവധി വിദേശികൾ ഇതോടെ കടുത്ത ആശങ്കയിലായിരുന്നു. കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ജന്മാവകാശ പൗരത്വത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് 2022 ജനുവരിയിൽ അമേരിക്കയിൽ 1.10 കോടി അനധികൃത കുടിയേറ്റക്കാരാണുള്ളത്. വർഷം 2.5 ലക്ഷത്തോളം കുട്ടികളെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കിയത് ബാധിക്കുമെന്നാണ് കണക്ക്. ട്രംപിന്റെ ഉത്തരവ് പ്രകാരം പിതാവ് US പൗരനോ രാജ്യത്തെ നിയമാനുസൃത സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ US ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അമേരിക്കൻ പൗരനായി അംഗീകരിക്കില്ല. കുട്ടിയുടെ അമ്മ നിയമവിരുദ്ധമായാണ് രാജ്യത്ത് തുടരുന്നതെങ്കിലും വിദ്യാർത്ഥിയോ ടൂറിസ്റ്റോ ആണെങ്കിലോ കുട്ടിക്ക് പൗരത്വം നഷ്ടപ്പെടും. ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്ന ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് പ്രസവം നേരത്തെയാക്കാൻ ആശുപത്രികളെ സമീപിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 20-ന് മുമ്പ് പ്രസവം നടത്തണമെന്നായിരുന്നു ആവശ്യം. ഇവരിൽ ഭൂരിഭാഗവും H-1B പോലുള്ള താൽക്കാലിക വിസകളിലാണ് US കഴിയുന്നത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്ക് ആശ്വാസമാണ് കോടതിയുടെ സ്റ്റേ ഉത്തരവ്.